ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ പ്രൈവറ്റ് ബസ് മോഡായിട്ട് വന്നിരിക്കുകയാണ്. കല്യാൺ റോളക്സ് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് മോഡാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇറക്കിയിട്ടുള്ളത്. ഞാൻ ഈ മോഡിൻ്റെ ലിങ്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. പിന്നെ ഈ മോഡ് പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ പാസ്വേഡ് വീഡിയോ തന്നെയുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ബസ് യാത്രയാണ്. പയ്യന്നൂരിലേക്കുള്ളൊരു ബസ് യാത്രയും കൂടി ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്, അതും ഈ ഗെയിമിൽ. അപ്പോൾ നമ്മുടെ മച്ചാനും കൂടിയുണ്ട്, അവിടെ കണ്ടക്ടറായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവൻ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്, കാരണം അവിടെ ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ അറിയാനായിട്ടാണ്. പയ്യന്നൂർക്കാണ് ഈ വണ്ടി ഒന്ന് കാണിക്കാനായിട്ടാണ്, ഈ വണ്ടി അവിടേക്കാണ് പോകണമെന്ന് കാണിക്കാനായിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അവനെവിടെയാണെന്ന് അറിയില്ല, എവിടെയോ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്കാദ്യം ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. പിന്നെ ആ വണ്ടിയിൽ കയറുമ്പോൾ അവൻ വരുമായിരിക്കും. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം, അപ്പോഴേക്കും വരും. പയ്യന്നൂര് കയറ് പോവാം. വണ്ടിയിൽ ആർക്കെങ്കിലും കയറണമെങ്കിൽ കൈ കാണിച്ചാൽ മതി, ഞാൻ നിർത്തി തരുന്നതായിരിക്കും. പയ്യന്നൂര് പോവാം. ചേട്ടാ, കുറെ നാൾക്ക് ശേഷാ നമ്മൾ ഒരു പ്രൈവറ്റ് ബസ്സായിട്ട് ഇറങ്ങുന്നതല്ലേ? അതെ അതെ, കുറച്ച് നാളായി ഒരു പ്രൈവറ്റ് ബസ് മോഡായിട്ട് ഈ വീഡിയോയിൽ ഇറങ്ങിയിട്ട്. നീ പോയി കളക്ഷൻ എടുക്ക്. ശരി ചേട്ടാ. എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ വണ്ടികൾ പാസ് ചെയ്യാൻ സൗണ്ടൊക്കെ ഇതാ കേൾക്കുന്നുണ്ട്. ബസ്സൊക്കെ പാസ് ചെയ്യാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ബസ് മാത്രമല്ല, ട്രക്കും വലിയ വണ്ടികളൊക്കെ വരുമ്പോഴാണ് വണ്ടി പാസ് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. പിന്നെ കാറൊക്കെ ആണെങ്കിൽ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുള്ളൂ, കാറും ബൈക്കും ഒക്കെ ആണെങ്കിൽ. പിന്നെ മ്യൂസിക്കിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടും, അപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ യാത്രയോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഭംഗിയും കൂടി ആസ്വദിക്കാൻ പറ്റും. പ്രകൃതിയുടെ ഭംഗിയൊക്കെ സൈഡുകളിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴല്ല, കുറച്ച് വഴി പോയി കഴിഞ്ഞാൽ ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ കുറേ വഴിയൊക്കെ പ്രകൃതിയെക്കുറിച്ചിട്ടായിരിക്കും കാണാൻ പറ്റുക. പിന്നെ ഈ വണ്ടിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വണ്ടി പയ്യന്നൂർ, കണ്ണൂർ, കോഴിക്കോട് ലിമിറ്റഡ് ബസ്സാണ്. പിന്നെ നമ്മൾ പോണത് തന്നെ പയ്യന്നൂർക്കാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും, കാരണം ഇപ്പോൾ വണ്ടികളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ വളമൊക്കെ ആണെങ്കിലും വണ്ടികൾ സ്ലോ ആക്കില്ല, ഭയങ്കര ഫാസ്റ്റായിരിക്കും. ഓവർടേക്ക് ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് നല്ലൊരു റൂട്ടാണ്, കാരണം പ്രകൃതിയുടെ ആ ഒരു ഭംഗി ഇതിൽ പിടിച്ചിട്ടുണ്ട്. സോണി ETS2 കാണുന്ന പോലെ തന്നെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഈ ഗെയിമിനും വന്നിട്ടൊക്കെ ഉണ്ട്, ഈ ട്രാഫിക് മോഡ് കയറ്റിയപ്പോൾ. മുമ്പത്തെ മോഡിൽ ഭംഗി ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. പറയണതിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം ഓർത്ത്. അവിടെ കളക്ഷൻ എടുക്കാൻ പോകാൻ അവിടെ പോയി ആ വണ്ടി ഒന്ന് ചാടിയോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കുറെ നേരമായി ഇവിടെ കയറിയിരിക്കുന്നു. മുമ്പിലെങ്ങും കണ്ടില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നീ വല്ലതും കാണണ്ട, അതേ സൈഡിൽ എന്തൊക്കെയാന്ന് നോക്കിയേ. മൊത്തം പ്രകൃതിയുടെ ആ ഒരു ഭംഗി മാത്രമാണ്. ഞാൻ കാണുന്നുണ്ട്, കുറെ നേരമായി ഇവിടെ നിന്ന് ഞാൻ ചുറ്റും കണ്ടോണ്ടിരിക്കുക. അവിടെ ഇപ്പോഴത്തെ കളക്ഷൻ എങ്ങനെയാ, കൂടുതലാണോ കുറവാണോ? കുറവാണ് ചേട്ടാ, അത്രയുള്ളത്. പുതിയ വണ്ടിയല്ലേ, കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആദ്യ ദിവസമല്ലേ, ഇത്തിരി കുറവായിരിക്കും. പിന്നെ ശരിയാവും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും, കൂടുതലെങ്കിലും ചെയ്യും.
ഓരോരോ ദിവസം ആകുമ്പോഴേക്കും കൂടി കൂടി വരും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നാളെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും, പിന്നെ മറ്റന്നാളും അതിലും കുറേ കൂടുതലായിരിക്കും. അല്ല ചേട്ടാ, ഈ മ്യൂസിക്കിനോട് കോപ്പിറൈറ്റ് വരുമോ? വരില്ല എന്ന് വിചാരിക്കാം. ഞാൻ ഈ മ്യൂസിക് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, ഇതിലായിട്ടും കോപ്പിറൈറ്റ് കാണിച്ചിട്ടില്ല. വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ മ്യൂസിക് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കോപ്പിറൈറ്റ് കാണിച്ചിട്ടില്ല. വരില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കോപ്പിറൈറ്റ് വരാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, കെ എസ് ആർ ടി സി ബസ് ലിമിറ്റഡ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. മുമ്പിൽ ലിമിറ്റഡ് ബസ് പോയിട്ടുണ്ട്, അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കെ എസ് ആർ ടി സിനെയാണ്. അത് പെട്ടെന്ന് പാഞ്ഞു വരും. ചേട്ടന് പേടിയുണ്ടോ? അവിടെ വരവ് ഉണ്ടാവും മതി, പിന്നെ എല്ലാം കഴിയും. പിന്നെയും കെ എസ് ആർ ടി സി ആ പോയ വണ്ടി ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം. പിന്നെ കെ എസ് ആർ ടി സിയെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചേട്ടാ, സൈഡിൽ മുഴുവൻ കാടാണല്ലോ. മൊത്തം കാട് പിടിച്ച് കിടക്കുക. പിന്നെ ഞാൻ ജയഗുരുവിൻ്റെ ബസ്സുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ എക്സ്പ്ലോഡിൻ്റെ 4 ബസ് മോഡ്സും ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഒരു പേരിൻ്റെ പല വണ്ടികളുള്ള കാരണമാണ് ഞാൻ പിന്നെ എല്ലാം ഒരു വീഡിയോ ആക്കി ഇടുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഷോർട്ട് വീഡിയോസ് ഇടും. അതെല്ലാം ഓരോരോ വീഡിയോ ആക്കി ഇട്ടാൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ വണ്ടികളും കൂടിയും ഒരു വീഡിയോ ആക്കി ഇട്ടേ. ചേട്ടാ, അടുത്ത വീഡിയോ നമ്മൾ ഇറക്കാൻ പോകുന്ന വണ്ടി ഏതാ? ഏതായിരിക്കും? ടൂറിസ്റ്റ് ബസ്സാണോ അതോ പ്രൈവറ്റ് ബസ്സോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ടൂറിസ്റ്റ് ബസ്സല്ലേ? അല്ല, അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ അടുത്ത വീട്ടിൽ അതാണ് ഇറക്കാൻ പോകുന്നതെന്ന്? ചേട്ടൻ ടൂറിസ്റ്റ് ബസ്സിന്റെ ഫാനാന്നൊക്കെ എനിക്കറിയാം. എടാ ഭയങ്കര, നീ ആൾ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അടുത്ത വീഡിയോയിൽ ഇറക്കാൻ പോകുന്ന ബസ് നീ കണ്ടുപിടിക്കുക. അതിൻ്റെ പേര് നീ കണ്ടുപിടിച്ചിട്ട് ഇപ്പം എനിക്ക് പറഞ്ഞായോ? ഇതിൻ്റെ ഒത്തിരി ഇപ്പോൾ പറഞ്ഞാൽ നിന്നെ ഞാൻ അടുത്ത വീഡിയോ കൂട്ടാം, ഉറപ്പ്. ചേട്ടാ, അത് ഇതിൻ്റെ ഒത്തിരി ഇപ്പോൾ പറയാൻ പ്രയാസമാണെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ഇപ്പോൾ ഇന്ന് തന്നെ നീ എനിക്ക് ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം. ചേട്ടാ, ക്ലൂ എന്താന്ന് പറ ചേട്ടാ. ക്ലൂ എന്താന്ന് വെച്ചാൽ ആ ബസ്സിൻ്റെ പേര് 6 അക്ഷരം ചേർന്നുള്ള പേരാണ്. അതായത് ആ ബസ്സിന് 6 അക്ഷരമുള്ള പേരാ, അതാണ് ക്ലൂ. ഫോണിലൊന്നും അന്വേഷിക്കാൻ പാടില്ല, അതിനുള്ള അനുവാദം ഇല്ല. നീ ഇവിടെ ഇരുന്ന് ആലോചിക്ക്, വണ്ടി നിർത്തണ വരെ സമയമുണ്ട്. കുറച്ച് കിടന്ന കൈയായി പോയി ചേട്ടാ. എൻ്റെ ഉത്തരം പറഞ്ഞ് നിന്നെ ഞാൻ അടുത്ത വീഡിയോ കൂട്ടും. ഉത്തരം ഞാൻ കണ്ടുപിടിച്ചിരിക്കും ചേട്ടാ. വണ്ടി നിർത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നിരിക്കും. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. വെറുതെ കൂട്ടണ്ട, സാവധാനം ആലോചിച്ചാൽ മതി. ശരി ചേട്ടാ, ഞാൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ ഉത്തരം. റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്, ഒരു കടല് കാണുന്നുണ്ട്. ചേട്ടാ, കൊള്ളാലോ, കടല് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റ് വണ്ടികൾ പാസ് ചെയ്യുന്ന സൗണ്ടൊക്കെ ഇതാ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ലൈറ്റ് ഇടുമ്പോഴുള്ള മിസ്റ്റേക്കാണ്. ലൈറ്റ് ഇടുമ്പോൾ ഉള്ളിലത്തെ ലൈറ്റ് ഇതാ കത്തുന്നുണ്ട്, ആ ഒരു മിസ്റ്റേക്കാണ് ഉള്ളത്. വേറെ മിസ്റ്റേക്ക് ഇല്ലെന്ന് വിചാരിക്കാം. ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് പറയാൻ വിട്ടുപോയതാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. തേയില തോട്ടാണോ? സംശയമുണ്ട്. അല്ല, ഒരാൾക്ക് ഞാൻ ചോദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിന്തിച്ചിട്ട് എന്തായാവോ? കിടന്നുറങ്ങിയാവോ? ഇല്ല ചേട്ടാ. എന്തായി, ഉത്തരം കിട്ടിയാ? കിട്ടി. 2 ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഉത്തരം? ആ ഉത്തരം ഒന്ന് പറയൂ. പറയാം. ഉത്തരം സീക്രട്ടാണ്. നീ ഏതായാലും ഉത്തരം പറയ്. ആ ഉത്തരം ഞാൻ ചേട്ടനോട് പ്രൈവറ്റായിട്ട് പറയാം.
ആരും അറിയാണ്ട് നീ ഇത് എന്നോട് രഹസ്യമായിട്ട് പറയും. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, കാരണം ഇവൻ പറയുന്ന ഉത്തരം ചിലപ്പോൾ ശരിയാണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ആ, ഇവനിപ്പോൾ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റാണ്. ആദ്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറയാം, നീ ഒരു ഭയങ്കര സംഭവമാണ്. ആർക്കെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇപ്പം ഇറങ്ങാം. പയ്യന്നൂര് എല്ലാവരും പയ്യന്നൂരാന്ന് തോന്നുന്നു. ആരും ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. അല്ല ചേട്ടാ, ഇനി എത്ര വഴിയുണ്ട് പയ്യന്നൂരെത്താൻ? കുറേ വഴിയുണ്ട്. ആർക്കെങ്കിലും ഇവിടെ ഇറങ്ങാനുണ്ടെങ്കിൽ വേഗം പറയുക. വണ്ടി ഞാൻ നിർത്തുന്നതായിരിക്കും. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി വണ്ടി നിർത്തില്ല, ഇനി വണ്ടി നിർത്തുന്നത് പയ്യന്നൂർക്കായിരിക്കും. ചേട്ടാ, ഇനി എപ്പോഴാ പയ്യന്നൂർക്ക് എത്തുക? ഇനി കുറച്ച് വഴിയും കൂടി ഉള്ളൂ പയ്യന്നൂർക്കെത്താൻ. ഈ വളവും അടുത്ത വളവും കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂർ ടൗണായി. ഓക്കെ. ആദ്യത്തെ വളവ് കഴിഞ്ഞു. നേരെ കാണുന്നതാണ് രണ്ടാമത്തെ വളവ്. ടൗണ് പയ്യന്നൂർ ടൗൺ. ആരും ടൗണിൽ ഇറങ്ങിയില്ല, എല്ലാവരും സ്റ്റാൻഡിലിരിക്കുക. സ്റ്റാൻഡ് പയ്യന്നൂർ സ്റ്റാൻഡ്. എടാ, നീ എനിക്കൊന്ന് ഗൈഡ് ചെയ്ത് തരണം, അങ്ങോട്ട് റിവേഴ്സ് എടുക്കാനാ. ഓക്കെ ചേട്ടാ. പോട്ടെ. കുറച്ച് മുമ്പോട്ട്. പോട്ടെ. കുറച്ച് പിന്നിലേക്ക് പോ. പോട്ടെ. മതി. സ്റ്റാൻഡെത്തി. അപ്പോൾ ഗൈസ്, എത്രത്തോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഈ ഒരു ബസ് യാത്രയുടെ വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.